ഹലോ, ഡെയിലി ഓഫീസിലും കോളേജിലും ഒക്കെ പോകുന്നവർക്ക് വളരെ ഹെൽപ്ഫുള്ളായൊരു മീൽ പ്രെപ്പ് വീഡിയോ നോക്കിയാലോ? 1 വീക്കിലേക്ക് ഒരു സിമ്പിൾ ബിരിയാണി റെസിപ്പിയാണ് നമ്മൾ ഇത്തവണ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. ആദ്യം തന്നെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു ബിരിയാണി പോട്ട് സ്റ്റൗവിലേക്ക് വെക്കാം. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് 4 സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുന്നതാണ്. ഞാനിവിടെ വളരെ കുറച്ച് എണ്ണയെ യൂസ് ചെയ്യുന്നുള്ളൂ. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ച് കൂടുതൽ എണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. സോ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അടുത്തതായിട്ട് നമുക്ക് സെയിം ബിരിയാണി പോട്ടിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും. അതിനുശേഷം നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കോലം, കറുവാപ്പട്ട, ഏലക്ക, ഇത് 3ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് ഓരോന്നും 1 ടേബിൾ സ്പൂൺ വീതം ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് തക്കാളിയാണ്. 3 തക്കാളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേനും 1 ടേബിൾ സ്പൂൺ സോൾട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് പേസ്റ്റ് രൂപത്തിലേക്കാവുമ്പോൾ നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. എരിവ് കൂടുതൽ വേണമെന്ന് തോന്നുന്നവർക്ക് കാശ്മീരി ചില്ലിയിൽ സാധാരണ മുളക് പൊടി മിക്സ് ചെയ്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സവാളയിൽ നിന്ന് ഒരു 1/4 പോർഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 പോർഷൻ ഞാൻ പിന്നെയും മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചതിന് ശേഷം മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള റൈസ് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായതിനു ശേഷം സ്പൈസസ് ആഡ് ചെയ്യാം. ഗ്രാമ്പൂ, കറുവാപ്പട്ട, ഏലക്ക ആൻഡ് ബേ ലീവ്സ് ഇത്രയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള റേഷ്യോയിലാണ്. ഞാനിവിടെ 4 കപ്പ് അരിയാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നേരത്തെ മാറ്റി വെച്ച സവാളയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഒരു പോർഷനാണ് ആഡ് ചെയ്യുന്നത്, മുഴുവൻ ആഡ് ചെയ്യുന്നില്ല. എല്ലാം മിക്സ് ആയതിനു ശേഷം 1 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസാണ് എടുക്കുന്നത്. നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം കഴുകി മാറ്റി വെച്ച് 4 കപ്പ് ബസ്മതി റൈസ് ആഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മിക്സിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് അല്ലാത്ത പീസ് എടുക്കണമെങ്കിൽ അതും യൂസ് ചെയ്യാം. നന്നായിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കൂടാതെ മിൻറ്റ് ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പാണ്. നേരത്തെ വേവിച്ച് വെച്ചിരുന്ന റൈസ് വെച്ച് നമുക്കൊന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ലെയറിൽ ബാക്കിയുണ്ടായിരുന്ന ഫ്രൈ ചെയ്ത സവാളയാണ്. അത് കഴിഞ്ഞ് ഒരു ലെയർ കൂടി റൈസ് ചെയ്ത ശേഷം ഏകദേശം 4 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ആഡ് ചെയ്ത് അടച്ച് വെച്ച് നമുക്ക് 15 മിനിറ്റ്സ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഏറ്റവും ചെറിയ ബർണറിൽ വെച്ച് ദം ചെയ്യാം. അതിനുശേഷം ഓപ്പൺ ചെയ്യരുത്. ഒരു 20 മിനിറ്റ് കൂടി ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം തുറക്കുമ്പോൾ ഒരു അടിപൊളി മണം വരും. നല്ല അടിപൊളി റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. സോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ലഞ്ച് ബോക്സിലോട്ട് മാറ്റാം. മാറ്റിയതിന് ശേഷം ഫ്രീസ് ചെയ്ത് വെക്കാം. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.